ഡെലിവറിക്ക് ശേഷമുള്ള ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ലേഡീസ് പൊതുവേ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. പ്രഗ്നൻസി മുതൽ ഡെലിവറി വരെ ഉള്ളൊരു കോംപ്ലക്സ് മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ എന്നുള്ളത് ഒരു നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു 3 മാസത്തിന് ശേഷമോ 5 മാസത്തിന് ശേഷമോ ഇനി ഒരു 10 മാസത്തിന് ശേഷമോ ആ ബാക്ക് പെയിൻ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോർമലല്ല. അത് ശരിക്കും എന്തെങ്കിലും ഒരു ഇഞ്ചുറി ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ കറക്റ്റായിട്ട് മെക്കാനിസംസ് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടോ ആയിരിക്കും ഈ ബാക്ക് പെയിൻ വരുന്നുണ്ടാവാം. ഈ പ്രോബ്ലത്തിനെ നമ്മൾ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് എന്ത് പ്രശ്നം കൊണ്ടാണ് ആ ബാക്ക് പെയിൻ വരുന്നത്, എന്തൊക്കെ ഇഷ്യൂസാണ് അതിലുള്ളത്, അതിനെന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഈ 3 കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ബാക്ക് പെയിനെയും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പൊതുവെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് സ്പൈനൽ അനസ്തേഷ്യ കുത്തിയതിന് ശേഷമാണ് എനിക്ക് ബാക്ക് പെയിൻ വന്നിട്ടുള്ളത്, അതിനുശേഷം അത് വിട്ടുമാറിയിട്ടേ ഇല്ല എന്നുള്ളത്. ആക്ച്വലി അതൊരു റോങ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സ്പൈനൽ അനസ്തേഷ്യയുടെ ഭാഗമായിട്ട് നമുക്ക് ബാക്ക് പെയിൻ വരും, പക്ഷേ അത് 1-2 ആഴ്ചകൾ അല്ലെങ്കിൽ മാക്സിമം 5 ആഴ്ച 6 ആഴ്ച വരെയൊക്കെ, ഒരു മാസം 1.5 മാസം വരെയൊക്കെ പെയിൻ ഉണ്ടാവും. സ്പൈനൽ അനസ്തേഷ്യ കുത്തിയതിനു ശേഷം അതിൻ്റെ അനസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് പോയതിനു ശേഷമാണ് സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങുക. ചില ആൾക്കാർക്ക് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവരതിൽ നിന്ന് റിക്കവർ ചെയ്യും. ചില ആൾക്കാർക്ക് 1-2 ആഴ്ചയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വീക്സ് ഒക്കെ എടുത്തിട്ടാണ് റിക്കവർ ചെയ്യുക. പക്ഷേ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഈ വേദന നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവ്സിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അത് വളരെ മൈന്യൂട്ടാണ്. അതായത് ഒരു 1%, 2% ആൾക്കാർക്കായിരിക്കും ഈ പറയുന്ന നെർവ് ഇഞ്ചുറി വന്നിട്ട് ബാക്ക് പെയിൻ വരുന്നുണ്ടാവുക. വേറൊരു കോമൺ ആയിട്ടുള്ളൊരു പറയുന്നൊരു കാര്യമാണ് സി സെഷന് ശേഷം, അതായത് സിസേറിയൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ബാക്ക് പെയിൻ വന്നിട്ടുള്ളത് എന്നുള്ളത്. അതും ഒരു നോർമലായിട്ടാണ്. കാര്യം വെച്ചാൽ അതൊരു വലിയൊരു സർജറിയാണ് നടക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവും. പക്ഷേ റിക്കവറി ടൈം പീരീഡ് കഴിഞ്ഞിട്ടും അതുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് നോർമലി പ്രഗ്നൻസി മുതൽ ഡെലിവറിയുള്ള ടൈം പീരീഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. റിലാക്സിൻ, പേര് വളരെ ശ്രദ്ധിക്കണം. റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ഈ 3 ഹോർമോണുകളുടെ റോള് പ്രഗ്നൻസിയിലും ഡെലിവറിയിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റിലാക്സിനും പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഒക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കുഞ്ഞിന് വളരാനുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഒരു ടോട്ടലായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുക, അതിനുവേണ്ട ന്യൂട്രീഷൻ എത്തിക്കുക, അങ്ങനെ ഒരുപാട് വർക്ക് അത് ചെയ്യുന്നുണ്ട്. ഇനി ഡെലിവറിയിലാണെന്നുണ്ടെങ്കിൽ ഡെലിവറി നടക്കാനുള്ള ഒരുപാട് മണിക്കൂറുകൾ നീണ്ട ഒരു പ്രോസസ്സാണത്. ആ പ്രോസസ്സ് നടക്കാനുള്ള എല്ലാ തരം പരിതസ്ഥിതി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതും ഈ ഹോർമോൺസിൻ്റെ റോളാണ്. അപ്പോൾ റിലാക്സിനൊക്കെ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് അവിടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വരും. അപ്പോൾ ഉള്ളിൽ കൂടുതൽ സ്ഥലം വേണം. യൂട്രസ് വലുതാവുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് വേണം. അതിനുവേണ്ടി അവർ ചെയ്യുന്നൊരു മെക്കാനിസമാണ് നമ്മുടെ പേശികളെ, കണക്റ്റീവ് ടിഷ്യൂസിനെ, ലിഗമെൻസിനെ, അതുപോലെ ടെൻഡൻസിനെ, സന്ധികളെ, ഇതിനൊക്കെ ലൂസൺ ചെയ്യിപ്പിക്കും. ഇതിനൊക്കെ ഒന്ന് ആയാസം വരുന്ന രീതിയിൽ വളരെ റിലാക്സ് ചെയ്യിപ്പിക്കും. ആ സമയത്ത് ഇൻട്രായൂട്ടറിൻ പ്രഷർ എന്ന് പറയുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡൊക്കെ കൂടി വരുന്നതിൻ്റെ പ്രഷറും കൂടി വരുമ്പോഴാണ് നമ്മുടെ വയറ് പതുക്കെ പൊന്തി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടാണ് നമുക്കൊരു സ്പേസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ വരുന്നത്. ദെൻ അഗെയിൻ ഡെലിവറി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് പെൽവിക് ക്യാവിറ്റിയിൽ കുറേ കൂടെ സ്പേസ് ആവശ്യമാണ്. കാരണം കുഞ്ഞ് അതിലൂടെ കടന്നു പോയിട്ട് വേണം ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട്. അതിനും ഇതേ ഹോർമോൺസ് പെൽവിക് ക്യാവിറ്റിയിലുള്ള സന്ധികളെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും. ഈ പ്രോസസ്സ് വളരെ നോർമലാണ്. ഇത് കഴിഞ്ഞ് ഡെലിവറിക്ക് കഴിഞ്ഞതിന് ശേഷം 6 to 8 വീക്സ്, അതായത് 1.5 മാസം മുതൽ 2 മാസം, ഇനി ചില ആൾക്കാർക്ക് മാക്സിമം അപ് ടു 3 മന്ത്സ്, അത്രയും സമയമാകുമ്പോഴേക്കും ഈ ഹോർമോണൽ ലെവൽസൊക്കെ നോർമൽസിയിലേക്ക് വന്നിട്ട് വേണം ഈ മസിൽസും സന്ധികളൊക്കെ പഴയ രീതിയിലേക്ക് സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് ഉള്ള രീതിയിലേക്ക് പഴയ പോലെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല ആൾക്കാരും പറയുമല്ലോ, ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസം കഴിയുമ്പോഴേക്കും എൻ്റെ വയറൊക്കെ കുറഞ്ഞു, പഴയ പോലെ ആയി, ഫാറ്റൊക്കെ കുറഞ്ഞു, നോർമൽ സ്ട്രെങ്ത്തിലേക്കൊക്കെ ഞാൻ വന്നു എന്ന് പറയുമല്ലോ. അതൊക്കെ ഈ ഹോർമോൺസ് നോർമൽ ലെവലിലേക്ക് പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതാണ് നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സന്ധികളൊക്കെ വളരെ ലൂസായി കിടക്കുന്നൊരു സമയത്ത്, പേശികളൊക്കെ വളരെ ലൂസായി കിടക്കുന്നൊരു സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുന്നുണ്ടാവും, നമ്മളെ കുഞ്ഞിൻ്റെ ഭാരം കൂടുന്നുണ്ടാവും. ഇതൊക്കെ കൊണ്ട് ഒരുപാട് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്യും. അതായത് പേശികൾക്കൊക്കെ ചെറിയ ഇഞ്ചുറി പറ്റും, സന്ധികളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരും. ഡെലിവറി നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതും ശരീരത്തിന് വളരെയധികം ട്രോമ ഉണ്ടാക്കുന്ന, വളരെയധികം പരിക്കുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാക്കും. അപ്പോൾ റിക്കവറി കഴിഞ്ഞാലും, അതായത് ഈ ഹോർമോൺ ലെവൽസൊക്കെ നോർമൽസിയിലേക്ക് പോയി മസിൽസൊക്കെ സ്ട്രെങ്തനിങ് ആവാൻ തുടങ്ങിയാലും ചില ആൾക്കാർക്ക് ഈ പരിക്കുകൾ വേദനയുണ്ടാക്കും. ഈ വേദനകളാണ് മിക്കവാറും ആൾക്കാരിൽ ഒരു ബാക്ക് പെയിൻ ആയിട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് ടെയിൽ ബോൺ പെയിൻ ഉണ്ടാവും, അതായത് നമ്മുടെ
ഏറ്റവും അടിവശത്ത്, നട്ടലിൻ്റെ ഏറ്റവും അടിവശത്ത് ഒരു ചെറിയ ബോണുണ്ട്, കോക്കെക്സ് എന്ന് വിളിക്കുന്ന ബോണുണ്ട്. ആ ബോണിലൊക്കെ ചിലപ്പോൾ പരിക്കുണ്ടായിട്ട് അവിടെയൊക്കെ ചെറിയ പെയിൻ ഉണ്ടാവും. ഈ പെയിന് നമുക്ക് ബാക്ക് പെയിൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. നമുക്ക് കിടക്കുമ്പോൾ, മലർന്ന് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, ഇരുന്ന് എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സാക്രോയിലിയക് ജോയിൻറ്റ്, SIJ എന്ന് വിളിക്കുന്ന സാക്രോയിലിയക് ജോയിൻറ്റിൽ പെയിൻ ഉണ്ടാവും, വൂമിൻ്റെ വെയിറ്റ് ഒക്കെ താങ്ങിയിട്ടുള്ള പെയിൻ ഉണ്ടാവും. നമുക്ക് ഇലിയ ക്രസ്റ്റ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട് ഹിപ്പ് ബോണിൻ്റെ അവിടെ പെയിൻ ഉണ്ടാവും. ഇനി ചില ആൾക്ക് നട്ടലിന് മുകളിൽ തന്നെ ഡാമേജ് പറ്റി അവിടെയും പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ, ഈ ഇഞ്ചുറീസൊക്കെ ഹോർമോൺസൊക്കെ നോർമലായതിനു ശേഷവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രീ കൺസെപ്ഷൻ ടൈം പീരീഡിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ടാവുക. പ്രീ കൺസെപ്ഷൻ ടൈം പീരീഡിൽ നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, കോർ മസിൽസിനെ പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡമൻ, വയറിന് ചുറ്റുമുള്ള മസിൽസ് ഉണ്ട്. പ്രത്യേകിച്ച് റെക്ടസ് അബ്ഡമിനസ് എന്ന് പറയുന്ന ഒരു മസിൽ ഉണ്ട്. നമ്മൾ ഈ സിക്സ് പാക്ക് ഒക്കെ കാണാറില്ലേ, ആ മസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്വേഴ്സ് അബ്ഡമിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ, വയറിൻ്റെ സൈഡിലൊക്കെയുള്ള മസിൽസ് ഉണ്ട്. ഈ മസിൽസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കോർ മസിൽസാണ് ശരിക്കും നമ്മുടെ നട്ടലിനെ അത്രയും സ്ട്രെങ്തൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നിൽക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ മസിൽസിന് വീക്ക്നെസ് വന്ന് എന്ത് സംഭവിക്കും? നമ്മുടെ സ്പൈനിന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതെ ഇഞ്ചുറി വന്ന് പെയിൻ ഉണ്ടാവും. ഈ മസിൽസിനെ നമ്മൾ ഓൾറെഡി ഒരു വീക്കായിട്ടുള്ളൊരു വുമണാണ് പ്രഗ്നൻ്റ് ആവുമെന്ന് വിചാരിക്കാം. പ്രഗ്നൻസി ടൈം പീരീഡിൽ ഈ ഹോർമോൺസിൻ്റെ എഫക്റ്റ് മൂലം ഇത് പിന്നെയും വീക്കനാവും, വളരെ ദുർബലമാവും. പിന്നീട് ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആകുമ്പോഴേക്കും, ആ ഒരു ടൈം പീരീഡ് ആകുമ്പോഴേക്കും കുറേ കൂടി ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷവും ചിലപ്പോൾ റിക്കവറി പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യില്ല, കാരണം ഈ മസിൽസ് ഓൾറെഡി സ്ട്രെങ്തൻഡ് അല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് ഡയസ്റ്റാസിസ് റെക്ട എന്ന് പറയുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ വയറ് ചാടും, പ്രഗ്നൻസി ടൈം പീരീഡിൽ നോർമലായിട്ട് വയറ് ചാടും, പക്ഷേ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ഈ വയറ് തിരിച്ച് നോർമൽസിലേക്ക് വരില്ല, ഫ്ലാപ്പുകൾ പോലെ അവിടെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഇതിനെ, ഈ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് തന്നെ ഡയസ്റ്റാസിസ് റെക്ടയാണ്. എല്ലാവർക്കും അല്ല, ചെറിയ ആൾക്കാർക്ക് ആ ഒരു കണ്ടീഷനിലേക്ക് പോകും. അതൊക്കെ ഈ റെക്ടസ് അബ്ഡമിനസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള മസിൽസ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാത്തതിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് പ്രീ കൺസെപ്ഷൻ ടൈം പീരീഡിൽ നമ്മൾ പ്രോപ്പറായി എക്സസൈസ് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യണം, ഡയറ്റിംഗ് ചെയ്യണമെങ്കിൽ ഡയറ്റിംഗ് ചെയ്യണം. ഇനി അതിന് വേറെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് പാറ്റേൺസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇതിനുശേഷം നമ്മൾ പ്രഗ്നൻ്റ് ആയ ഒരു ടൈം പീരീഡ് ഉണ്ട്, ഡെലിവറി വരെയുള്ള ഒരു ടൈം പീരീഡ്. ഈ ടൈം പീരീഡിൽ ഇഞ്ചുറീസ് ഇല്ലാതെ, അതായത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഇഞ്ചുറീസ് ഇല്ലാതെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഡെലിവറി മുതൽ പ്രഗ്നൻസി മുതൽ ഡെലിവറി വരെയുള്ള ഒരു ടൈം പീരീഡിലെ കെയറിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് ബോധേഡാണ്. അതിൽ ഉള്ളിൽ നടക്കുന്ന കുറേ പ്രോസസ്സിൽ നമ്മളെ ഹെൽപ്ഫുൾ അല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ രീതിയിൽ ഹെൽപ്ഫുൾ ആയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് റിലാക്സേഷൻ എക്സസൈസുകളൊക്കെ ചെയ്യാൻ പറ്റും. ഈവൻ പ്രഗ്നൻസി ടൈം പീരീഡിൽ യോഗയൊക്കെ അതിന് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയാണ്. അപ്പോൾ ഡെലിവറിയിലൊക്കെ നമ്മുടെ ഈ പറയുന്ന ബോണുകളൊക്കെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സൊക്കെ കുറേ കൂടി ഹെൽപ്പ് ചെയ്യാൻ, ആ മസിൽസൊക്കെ ഒന്ന് കുറച്ചും കൂടി റിലാക്സ് ചെയ്യിപ്പിക്കാൻ ഈ പറയുന്ന പ്രഗ്നൻസി ടൈം പീരീഡിലെ യോഗാസൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി പോസ്റ്റ് ഡെലിവറി ടൈം പീരീഡിലെ റിക്കവറി ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ് ടു 90 days അല്ലെങ്കിൽ 3 മാസം 4 മാസം ടൈം പീരീഡ് നമ്മൾ ബോഡിക്ക് റിക്കവർ ചെയ്യാനുള്ള റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. പിന്നെ ഈ റിക്കവറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മോർ പ്രോട്ടീൻസും ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള, വിറ്റാമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈവൻ ആയുർവേദത്തിലൊക്കെ പറയുന്നത് പോലെ പോസ്റ്റ് ഡെലിവറി കെയറുകൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എണ്ണയിട്ട് കുളിക്കുമ്പോഴോ ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോഴോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തഡോളജീസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഈ മസിൽ സ്ട്രെങ്ത്തും സന്ധികളുടെ പവറൊക്കെ ഒന്ന്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിറ്റിയൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, ഈ ടൈം പീരീഡിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിനെ കുറച്ചും കൂടി വേഗത്തിൽ നോർമൽസിലേക്ക് കൊണ്ടുപോകാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു വരാം. ഗ്രാജുവലി മേ ബി ഒരു 2 months ഒക്കെ ആകുമ്പോൾ, 1.5 മാസം 2 മാസം 3 മാസം ഒക്കെ ആകുമ്പോഴേക്കും പതുക്കെ എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മസിൽസിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, ഓർ ഈവൻ മോർ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് ഒരു ടാർഗറ്റായിട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്.
അപ്പോൾ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്, ഡെലിവറിക്ക് ശേഷമുള്ള ബാക്ക് പെയിൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയോ എന്തോ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതിന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം 100% മനസ്സിൽ വേണം. പല ആൾക്കാരും, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ, പല ആൾക്കാരും ഇത് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന ഒരു കാര്യമാണ്. ഈവൻ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്, അതായത് ഡെലിവറിക്ക് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഇതിന് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക.